നമ്മൾ മോദി കെയർ ഷോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗൂഗിൾ എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിളിൽ www.modicare.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മോദി കെയറിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. അപ്പോൾ സൈറ്റ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാവും. അതിൽ മുകൾ ഭാഗത്ത് സൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ പാസ്വേഡ്, യൂസർ നെയിം, പാസ്വേഡ് നമ്മുടെ അടിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മൾ MCA നമ്പർ അവിടെ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ നമ്മുടെ പാസ്വേഡ്, മോദി കെയറിൽ കൊടുത്ത് നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നമുക്കൊരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ്റെ ഒരു ഇത് വരും. അതിൽ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ പ്ലസ് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ അതിൽ അടിച്ചു കൊടുക്കുക. 1 + 2 = 3. അതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. ഓക്കെ, ലോഗിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾറെഡി മോദി കെയറിൻ്റെ മൈ പ്രൊഫൈൽ, ബിസിനസ് സമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിൽ മേൽഭാഗത്തായിട്ട് 3 ലൈന് കാണാം ലെഫ്റ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ വരും, പ്രൊഫൈൽ, റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിൽ നമ്മൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ക്രിയേറ്റ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൽ ലിങ്ക് അങ്ങനെ കുറേ വരും. അതിൽ 4ാമതായിട്ട് നമുക്ക് മൈ മോദി കെയർ ഷോപ്പ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് കാരണം എൻ്റെ ഫോട്ടോ ഒക്കെ അതിൽ എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ആദ്യമേ സെറ്റ് ചെയ്ത ഇതുണ്ട്, ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കും. ഫസ്റ്റ് ചെയ്യണവർ അതിൽ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ പേര് സെലക്ട് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 MB ആണ്, 2 ആയാൽ അതിൽ അപ്ലോഡ് ആവില്ല. അതിനുശേഷം നമുക്ക് ഇതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മോദി കെയറിൻ്റെ എത്ര പ്രൊഡക്റ്റുകളുണ്ട്, എന്താണ് ഇതിൻ്റെ ഇതെന്നുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള ഡിസ്ക്രിപ്ഷനാണ്. അതിൽ നമ്മൾ 2ാമത്തെ ഇതിൽ നമുക്ക് നമ്മുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പിന്നെ ഇത് മറ്റുള്ളവർ നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതിൽ പിന്നെ നമുക്ക് ഇമെയിൽ കൊടുക്കാനുണ്ടാവും. ഇമെയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഇമെയിൽ ഇവിടെ കൊടുക്കുക കാരണം അതിലുണ്ട്. ഇമെയിൽ, ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സേവ് അടിക്കുക. അപ്പോൾ നമ്മുടെ മുകൾ ഭാഗത്ത് ഇതിൻ്റെ പേജിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പിന്നെ വന്നിട്ടുണ്ടാവും ഷെയർ ഷോപ്പ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ ലിങ്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കോളം വരും. അതിൽ നമ്മൾ ആർക്കാണോ അയക്കാൻ ഉദ്ദേശിച്ചത്, കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അയക്കാൻ ഉദ്ദേശിച്ചത് അവരുടെ ഫോൺ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് എത്ര % നമുക്ക് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് 1 മുതൽ 10 വരെ നമുക്ക് കൊടുക്കാം. അത് നമ്മൾ ഞാൻ 10 ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അവർക്ക് അതിൽ ഷെയർ ചെയ്തു. ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് വാട്സപ്പിൽ അയക്കേണ്ട ഓപ്ഷൻ വരും. അതിൽ നമ്മൾ വാട്സപ്പിൽ ഏത് വാട്സപ്പ് ആണെങ്കിൽ അതിലെടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്യാം. ക്ലിക്ക് അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആവും. വാട്സപ്പ് ഓപ്പൺ ആയിട്ട് ആ ലിങ്ക് താഴെ വന്ന് കണ്ടില്ലേ, ആ ലിങ്ക് നമ്മൾ പിന്നെ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് സെൻഡായി കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു ആഡ് വേണമെങ്കിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.